സുഖുവേട്ടന്റെ ചായക്കട പോവാണ്. സുഖുവേട്ടന്റെ ലൊക്കേഷൻ ഒന്നും അറിയില്ല, ചെന്ന് നോക്കാം. ബാവലിക്കടുത്തെന്നാ പറഞ്ഞത്, നോക്കണം. വയനാട്ടിലൊരു സുഖുവേട്ടൻ ചായക്കട ഉണ്ടായിട്ട് ഇന്നുവരെ പോയിട്ടില്ല. എന്താണ് ഇവൻ താടിക്കാരൻ തിണ്ടി? ഒരുപാട് കവർ ചെയ്യണ്ട. സുഖമായിട്ട് ചായക്കട, മച്ചിക്കാൻ്റെ പോത്തുംകാലോ, പിന്നെ ബീഫോ അങ്ങനെ എന്തോ ഒന്ന്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ. നമ്മള് റീൽസ് എടുത്ത് നോക്കുമ്പോ ഒരുപാട് സ്ഥലങ്ങൾ കാണും, പക്ഷെ ഇവിടെ വന്നിട്ടാകുമ്പോ എല്ലാം എങ്ങനെയാണ്, റീൽസിലൊന്ന് റിയാലിറ്റി വേറൊന്നാണ്. ചെന്ന് നോക്കിട്ട് എന്താ അവസ്ഥ. ചായയും ഇതൊക്കെ കണക്ക് തന്നെയാണെന്ന് പറഞ്ഞത്. വലിയ അതവിടെ ഒരു നോസ്റ്റാൾജിക് വൈബാണ്. അതായത് ഈ പുല്ലുമേഞ്ഞ ആ ഒരു ടൈപ്പ് ഓഫ് ചായക്കടയാണ്. പിന്നെ എല്ലാം അവിടെ ഇപ്പത്തെ ന്യൂജൻ ആയിട്ടുള്ള ഒന്നുമില്ല. നമ്മളെ പേയ്മെന്റ് പോലും നമുക്ക് ലിക്വിഡ് മണി വേണം. അത് റേഞ്ചിലായിട്ടിരിക്കും അവിടെ. അല്ലല്ല, റേഞ്ച് അല്ല. ചെന്ന് നോക്കാം, റേഞ്ച് ഉണ്ടോ നോക്കാം. ഒരു നൊസ്റ്റാൾജിക് ചായ കുടിക്കാൻ പോവാണ്. പക്ഷെ ഞാൻ ചായ കുടിക്കൂലല്ലോ, കാപ്പി. സുഖൂടന്റെ കാപ്പി, പഴംപൊരി. പഴംപൊരിയാടെ എന്താ മെയിന്? ബട്ട് ഒരു പ്രശ്നമുണ്ട്, നമ്മളിപ്പോ ഉച്ചക്ക് ഇറങ്ങിയിട്ടില്ല. അവിടെ ഉച്ചക്ക് ഓപ്പൺ ആണോന്നുള്ള അറിയില്ല. ഈവനിങ് ആണ് അവിടെ എപ്പോഴും. ഈവനിങ് ആണ് ഇങ്ങനെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇപ്പൊ ടൈം 12 മണിയോ 12:00. 12 മണി കഴിഞ്ഞിട്ടാണല്ലോ. എന്താ പറയാ, നാട് റോഡിലൊക്കെ തിരിക്കാം. ഇവിടത്തൊക്കെ ഈ ഡ്രൈവിംഗ് കൾച്ചർ ഉണ്ടല്ലോ. ഞാൻ ഇവിടുന്ന് പോയതാണ്, എന്നാലും നമ്മളൊക്കെ യുവിലൊക്കെ ഡ്രൈവ് ചെയ്ത് ഇവിടെ വരുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭ്രാന്താവും. ഇതാണ് പായോട്. നമ്മള് റൈറ്റിലേക്ക് ആദ്യം താമസിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പള്ളീൻ്റെ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട് അവിടെ. ഇതാണ് ഇപ്പൊ പുതിയ വന്നിട്ടുള്ള ഹൈപ്പർ സിറ്റി. നേരെ കാണാൻ പറ്റാതെ ഹൈപ്പർ സിറ്റി. ഹൈപ്പർ സിറ്റി ഇതാണ് നമ്മുടെ മെയിൻ പ്ലേസ് ആയിട്ടുള്ള ചെങ്ങാടക്കടവ്. അതായത് നമ്മുടെ ചെറുപ്പം മുതലേ കളിച്ച് വളർന്ന് ഞാൻ ചെങ്ങാടക്കടവ് പാലം. ചെങ്ങാടക്കടവ് എന്ന് പറയാൻ തന്നെ പേര് വരെ ഒരു കാരണമുണ്ട്. ആദ്യം ഈ പുഴ കിടക്കണമെങ്കിൽ അത് ചെങ്ങാടായിരുന്നു പോലും. അതായത് ആളുകൾക്കും അന്നത്തെ കാലത്തെ വണ്ടികൾക്കൊക്കെ ഈ ചെങ്ങാടത്തിലായിരുന്നു പോലും പുഴ പിന്നെ അക്കരെ കിടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ചെങ്ങാടക്കടവ് എന്ന് പേര് വന്ന പോലും അറിയില്ല. അങ്ങനെയാണ് എൻ്റെ ഉപ്പാവൊക്കെ പറഞ്ഞത്. അതിനുശേഷം പാലം വന്നു. പാലം ഒരുപാട് വർഷമായിട്ടുള്ള പാലാണ്. അത് പുതിയ പാലമൊക്കെ വരെ പാസ്സായിട്ടുണ്ട്, പക്ഷെ ഇതുവരെ അത് ഒന്നും പണി നടക്കാൻ തുടങ്ങിയിട്ടില്ല. സ്ഥലമൊക്കെ ഓക്കെയാണ്. ഏത് സമയത്തും പാലം ഇങ്ങനെ പൊളിഞ്ഞു വീഴും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മരം കൂടെ പോകുമ്പോൾ നല്ല രീതിയിൽ ഷേക്ക് ചെയ്യും. ഇതേതാ വണ്ടി? എക്സ്പ്രസ്സാ കൈ പോന്നേ?
3 മിനിറ്റ് നമ്മളെടുത്തി. ഇവിടെ ഇപ്പൊ പോലീസ് ചെക്കിങ് ഉണ്ടാവും കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഒന്നും ഇടുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് വന്നതിന് ശേഷം വീട്ടിലിരുന്നിട്ടില്ല, അത് ശരിയാണ്. ബട്ട് കയറി വരുന്നതും പോണതും ടൈമും നമുക്ക് സുമതിവളവ് കാണാൻ പോണം. എനിക്ക് ഞാൻ പറയട്ടെ, അപ്പം വീഡിയോസ് എടുക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ അത് എഡിറ്റ് ചെയ്യാനുള്ളൊരു ടൈം നമുക്ക് കിട്ടുന്നില്ല. എപ്പോഴാ വന്ന് കയറുന്നതെന്ന് തീരെ സിസ്റ്റമാറ്റിക് അല്ലേ ഗൈസ്, അതാണ് പ്രശ്നം. അതെ, പണിയെടുക്കാൻ യാതൊരു വിധ ഉത്തരവാദിത്വം, ഒരു ബോധമില്ല. അതൊക്കെ ഈ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ അല്ല, ഇത് നമ്മള് രണ്ടാളും പേരുള്ള യൂട്യൂബാ, നമുക്ക് രണ്ടാൾക്കും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് എഡിറ്റ് ചെയ്യേണ്ട കടമ ആർക്കുണ്ട്? നമുക്ക് രണ്ടാൾക്കുണ്ട്. ഇത് ഞാൻ ചെയ്യുന്നത് വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ട്. മനിയനെ കാണാൻ പോണോ? മനിയനെ പെട്ടെന്ന് വരണം, പെട്ടെന്ന് വരണം. ഇതാണ് മന്യ മനീഷ്. ജനുവരിയിൽ മനീഷ് ജനുവരി കല്യാണം ഉണ്ട്. എല്ലാ ആളുകളെയും ക്ഷണിക്കുന്നുണ്ട്. ഇത് കാണുന്ന എല്ലാ ആളുകളും കല്യാണത്തിന് വരും. ചൂടര ചായക്കട മഞ്ഞ കേറ്. അല്ല, നമ്മളൊരുമിച്ച് ഒരു വേറെ തന്നെ വൈബായിരിക്കും. വാ 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 വാ. നാളെ നമുക്ക് ലീവേനു എന്നാ പറയണ്ട, നാളെ പോയെന്നു അല്ലേ? വേറെ വഴിക്ക് പോകുന്നു, എന്നിട്ട് നാളെ അങ്ങോട്ട് വാ. എന്തടി ഇന്ന് വേറെ വഴിക്ക് പറഞ്ഞോണ്ടാ? ശരിയാ, ഞങ്ങക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണം. പോലീസുകാരൻ ഇപ്പൊ വരും കൂടെ. പോലീസുകാരൻ അതന്നെ, അനസ്ക പോലീസുകാരൻ വരും. പോവാം. ഞാൻ ഇടക്കിടക്ക് കണ്ണടിച്ചോണ്ടാ. കണ്ണടിച്ചെന്ന് വായി നോക്കിട്ടാ? നാണല്ലോ നിങ്ങൾക്കൊന്നും പറയാനേ. ഇത് എഡിറ്റില്ല, അങ്ങനെ തന്നെ ഇടും. പിന്നില്ല, അങ്ങനെ തന്നെ ഇടും. ചങ്ക് ബ്രോ ആണ് എന്റെ. ചങ്ക് ബ്രോ ഫുള്ള് റോഡ് കൊടുക്കണ്ട. നമ്മളിവിടെ പോയിട്ടില്ലല്ലോ, വനനഗരം. അവിടെന്താ എന്തൊക്കെ ചെയ്യുന്നേ? വനനഗരം ഉണ്ടല്ലോ, റോട്ടിൽ കൂടെ സാരിക കളി. രണ്ട് കാര്യം, റോട്ടിൽ കൂടെ മര്യാദക്ക് വണ്ടി ഓടിക്കുക, പെട്ടെന്ന് മൈൻഡ് ചേഞ്ച് ആക്കിയിട്ട് പെട്ടെന്ന് റൂട്ട് മറ്റേ എങ്ങോട്ടാ പോണേ എങ്ങനെ തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കുക. റോട്ടിൽ നിന്ന് ചിലവർ വണ്ടി നിർത്തിയ ശേഷം തീരുമാനം എടുക്കുക. ഓപ്പന്മാര് വേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, ദയവ് ചെയ്ത് എല്ലാവരും നൈറ്റ് ഡിം അടിക്കുക. ഈ ഡിം അടിക്കാത്ത തെണ്ടയുടെ ശരിക്കും പറഞ്ഞാൽ ഫോളോ ചെയ്തിട്ട് തിരിച്ചു പോയിട്ട് ശരിക്കും ഇന്നലെ ഉണ്ടായ സംഗതിയാണ്. ഇന്നലെ ഒരുത്തം പുറകിൽ വന്ന് ഡിം അടിക്കുന്നില്ല, ഇതിങ്ങനെ ലൈറ്റ് അടിക്കാൻ എൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ റിഫ്ലക്ഷൻ ഭയങ്കര ഹെവി ലെവലില്. അവനെ മുമ്പിൽ കയറ്റി വിട്ട് ഞാൻ പുറകെ പോയിട്ട് ഫുള്ള് ബ്രൈറ്റ് കൊടുക്കാൻ ആരംഭാക്കി. ഇവരൊക്കെ വർക്ക് ചെയ്യുന്നു വണ്ടികൾ. ബീപ് സൗണ്ട് ആക്കിയാൽ കട്ടിയില്ല മാത്രം ബീപ് സൗണ്ട് ആക്കിയാൽ മതി. എനിക്ക് പിന്നെ കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ തോന്നുന്നു. കരിമ്പിൻ ജ്യൂസ് ഇപ്പം ഉണ്ടെങ്കിൽ തന്നെ മധുരം ഉണ്ടാവാൻ ചാൻസ് ഇല്ല, വെള്ളം കയറിയിട്ട്. റീൽസിൽ കണ്ടിട്ട് വയനാട്ടിൽ ലാസ്റ്റ് പിന്നെ സനു പോയിട്ടുള്ള ഒരു റീൽ കണ്ടേ. അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ട് ഗൈസ്, തിരുനെല്ലി ഭാഗത്ത് പോയിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒരു ഉണ്ണിയപ്പം കിട്ടും. അടിപൊളിയാ. ഇവിടെ
ഒരു വാല്യൂ ഇല്ല എന്നുള്ളൂ. അല്ലാതെ പുറമെ വരുന്നവർക്ക് അത് വാങ്ങിച്ചു നോക്കട്ടോ എന്തായാലും. അതായത് അതിന് മാത്രം എന്താണ് ആ ഉണ്ണിയപ്പത്തിലുള്ളതെന്നല്ലേ? ആ ഉണ്ണിയപ്പം നല്ല ടേസ്റ്റ് ആണ്. പക്ഷെ അത് ഉണ്ണിയപ്പം അരി കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ ആള് മരിച്ചു. അതിന്റെ മോനാണ് ഇപ്പൊ. ഓ ആ ഉണ്ണിയപ്പം ഞാൻ വിചാരിച്ച ഇപ്പോഴത്തെ ഒരു പിന്നെ ആ റീലൊക്കെ ഇടുന്ന ചെക്കനുണ്ടല്ലോ, വ്ളോഗൊക്കെ ഇടുന്നേ, അവൻ ഉണ്ണിയപ്പത്തിന്റെ കഥയാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഒരു ഏറ്റവും അൾട്ടുള്ളത് അത് പായസത്തിന്റെ ഇല്ലേ? ഓ സോറി, കട്ട് അത് നമ്മൾ പറയാൻ പാടില്ല. വേറൊരു വ്ളോഗറിനെ പറ്റിട്ട് നമ്മള് കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിങ്ങള് ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ. അത് പായസം വെക്കുന്ന നിങ്ങൾ പറഞ്ഞാ മറ്റേ അമ്പലത്തിൽ പോയിട്ട് പായസം വെക്കുന്ന ആളല്ലേ? ആ അതന്നെ, നീ ആ കിട്ട് എന്നും വിഷയമുള്ള സംഗതി അല്ലാതെ ചേച്ചി കുറച്ച് സൈഡ് തരുമ്പോ ഞാൻ പോയിക്കോട്ടെ. ആകെ 2 ടയറിലുള്ളൂ, സൈഡിൽ കുടിച്ചാൽ എന്താ പോയപ്പോ. കുറച്ച് അങ്ങോട്ട് പോയിക്കുന്ന ഒരു കിഡിലും വൈബ് സ്പോട്ട് കാണിച്ചില്ല. സ്പോട്ടിലെ റോഡ് വയനാട് അടിക്കുമ്പോഴേ കുറച്ച് റോഡുകൾ കാണുന്നില്ലേ, ആ റോഡ് കാണിച്ചില്ല വയനാടിന്റെ പ്രൊഫൈലില്. വേറെ ലെവലാ. പണ്ട് രമ്യ പണ്ട് നമ്മൾ സൈക്കിളും കൊണ്ട് ഈ റോഡ് ചവിട്ടി 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 പാവല് പോയി. ബൈക്ക് എടുത്തല്ലേ? ഓക്കെ, ബൈക്ക് എടുത്തിരുന്നെങ്കിൽ മഴയാവും. പക്ഷെ ഓരോ കാര്യമുണ്ട്, ബൈക്ക് എടുത്താൽ വലിയ സെക്യൂർ എല്ലാം തോന്നുന്നു. കാരണം ചിലപ്പോൾ കാട്ടുപോലത്തെ പുലി, കടുവ, ആന ഇതൊക്കെ ഉണ്ടാവാൻ ചാൻസ്. പിന്നെ മഴ പെയ്താൽ ഫുൾ അലമ്പാവും. അലമ്പാവും, അതൊരു രസമാണ്. റെയിൻകോട്ട് ഉണ്ടെങ്കിൽ വിളിക്കാനും. പ്ലാസ്റ്റിക് കോട്ട് പോകും നമ്മള്, റെയിൻകോട്ട്. ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് നോക്കട്ടെ, ഓൾ വയനാട്. അതൊന്നും പോയി നമുക്ക് പിന്നെ പോവാത്തടത്തൊക്കെ അതല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞേ പോവാന്ന്. നമുക്ക് വയനാട് ഫുൾ ആവട്ടെ എന്ന് ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ പോകും. ബാണാസുര പോയിട്ടുണ്ട്, പൂക്കോട് പോയിട്ടുണ്ട്, കാരാപ്പുഴ പോയിട്ടുണ്ട്. അങ്ങനത്തെ പിന്നെ ഗുണ്ടിൽപ്പെട്ട റൂട്ട്, ഈ തിരുനെല്ലി റൂട്ട്, ബാവലി റൂട്ടൊക്കെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. ഇതൊന്നും അല്ലാത്ത കുറേ പ്ലേസ് ഉണ്ട്, ഒരുപാട്. ഇപ്പൊ എക്സ്ട്രാ കുറേ പ്ലേസ് വന്നിട്ടുണ്ട് അല്ലേ, വൈത്തിരി ഭാഗത്തെല്ലാം. എന്നൂര് പോയിട്ടില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാൻമലയിൽ ഉണ്ടാക്കിയ സ്ഥലത്തെക്കാളും പിന്നെ ഇവിടുത്തെ നാച്ചുറലി ഉള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അതാണ് രസം. അതാണ് എനിക്കിഷ്ടം. എനിക്കോ ബാക്ക് കാണിച്ചില്ല കേട്ടോ, ലെവലപ്പ് വേറെയാണ്. ലെഫ്റ്റ് സൈഡ് ഫോറസ്റ്റ്, റൈറ്റ് സൈഡ് വീടുകളും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടാവും. ഇത് ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ ഇതിന്റെ ഇടക്ക്. പക്ഷെ ഈ ഭാഗത്തേക്ക് ആനകൾ വരും ഇങ്ങനെ ഇടയ്ക്ക് നിലക്കൊക്കെ. അതായത് ഈ പിന്നെ ചക്കേൻ്റെ സീസൺ, അതേപോലെ തന്നെ മാങ്ങേൻ്റെ സീസൺ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഭാഗത്തൊക്കെ ആനകളാണ്. കേട്ടോ, ആനകളുണ്ട്, സൂക്ഷിക്കുക. അതാണോ? അല്ല, ഇറങ്ങിപ്പോയ 2500 രൂപ ഫൈൻ. ഇവിടെ നിങ്ങൾ വണ്ടി എടുത്തത് കുഴപ്പമില്ല കേട്ടോ, ഞാൻ കാണിച്ചില്ല. കുറച്ച് കാട്ടുകളും കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് അവിടെ വണ്ടി നിർത്താൻ പാടില്ല, പാർക്ക് ചെയ്യാൻ പാടില്ല. ഇനി കേസ് ഏതെങ്കിലും വന്യജീവികളെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഭക്ഷണം കൊടുക്കാൻ പാടില്ല. ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ തീരുമാനമാവും. അന്ന് എൻ്റെ ഫ്രണ്ട് പിന്നെ ഭക്ഷണം കൊടുത്തിട്ടേ, അത് എവിടേക്കോ ക്യാമറ ഒക്കെ അവർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, എവിടേക്കാന്ന് അവർ കൊടുത്തില്ല. അത് കേന്ദ്ര ഗവൺമെന്റ് അണ്ടറിലായതുകൊണ്ട് ഭയങ്കര വലിയ ഫൈനും പിന്നെ തടവും, 2 വർഷം തടവും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഫീഡ് ചെയ്യാൻ വേണ്ടി ആരും നിൽക്കണ്ട. ഫീഡ് ചെയ്യാനോ ജസ്റ്റ് പിന്നെ വണ്ടിയിൽ നിന്ന് ജസ്റ്റ് എറിഞ്ഞു കൊടുക്കാൻ വരെ പാടില്ല ഒരു സാധനം.
ഇനിയിപ്പോ ഒന്നിനെയും കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് കൊറേ മങ്കിനെ കാണാൻ പറ്റും. അതിനാ കൊരങ്ങൻ നമുക്ക് കൊരങ്ങനെ കാണാൻ പറ്റും. ഇതുകൊണ്ടാണ് എല്ലാരും ഈ വയനാട് എന്ന് പറയുമ്പോ തന്നെ നമ്മളൊരു കാട്ടുമുക്കിലാന്ന് പറയുന്നത്. ഓരോരുത്തർ ചോദിക്കുന്ന ചോദ്യമാണ്, വള്ളിമ തൂങ്ങിട്ടാണോ പോകുന്നത്? ഇവിടെ എവിടെ വള്ളി കാണുന്നത്? ഈ പറയുന്നവരൊന്ന് പറ. പറയുന്നവരെ ഇതിലിങ്ങനെ മെൻഷൻ ചെയ്ത് പറയാൻ തോന്നുന്നുണ്ട്, പക്ഷെ വേണ്ട. ഇവിടെ ഉള്ള ഒരു വള്ളി കാണിച്ചിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല. തോൽപ്പട്ടി വൈൽഡ് ലൈഫ്. തോൽപ്പട്ടി നമുക്ക് തോൽപ്പട്ടി ഇപ്പൊ ഒന്ന് കറങ്ങണം എന്താ അവസ്ഥ എന്നുള്ളത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ തൃശ്ശൂർ ടീമിലും വരുമ്പേ കാപ്പൂർ ടീമിലും വരുമ്പോൾ തോൽപ്പട്ടി ഓപ്പണാണ് അല്ലേ വൈൽഡ് ലൈഫ് ഓപ്പണാക്കി എത്രയുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് ഹോം സ്റ്റേസ് അവൈലബിൾ ആണ് കേട്ടോ. പക്ഷെ ചെന്ന് നോക്കുക എന്താ അവസ്ഥ എന്ന്, അതിനുശേഷം മാത്രം റൂം എടുക്കുക. ചിലപ്പം പിന്നെ നിങ്ങളെ പ്രൊഫൈല് കാണുന്നവരായിരിക്കില്ല അവിടെ പോയിട്ടുണ്ടെങ്കിൽ, എന്തായാലും ഡിഫറെന്റ് ആയിരിക്കും. ഇവിടെയൊക്കെ ഉണ്ട് റൂം സ്റ്റേ ഉണ്ട്. അതാ റൂമുണ്ട്. ഈ ഭാഗത്ത് ഫുള്ള് റൂം, ഫ്രഷപ്പ്, അങ്ങനത്തെ എല്ലാം ഉണ്ട്. ഇവിടെ ഫ്രണ്ടിന്റെ വീടുണ്ട്, ഞാൻ കല്യാണത്തിന് വന്നിട്ടുണ്ടായി. എടുത്തു നോക്കിയേ, നമ്പർ പ്ലേറ്റ് അടച്ചിട്ട് വരുന്നത്, പുറകിലുള്ളവനെ ഹെൽമെറ്റ് ഇട്ടിട്ടില്ല. ഇത് കുറേദ്വീപിലേക്ക് പോകുന്ന വഴി റൈറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പോവാം. ഈ എണ്ണ വാങ്ങി, ആദിവാസി ഹെയർ ഓയിൽ. ആ എണ്ണ വാങ്ങി വെക്കാൻ അവസ്ഥ. അത് തൊട്ടടുത്ത് മുടി വളരുന്ന പറയില്ല. അത് യൂസ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഇത്ര റേറ്റ് ഉണ്ട് അതിന്. ഒരു ബോട്ടിൽ 2000 രൂപ ഉണ്ട്. പോലീസിന്റെ വണ്ടി ഒക്കെ പോലീസിന് കൂർക്ക പോകുന്നുണ്ടാവും. വാങ്ങിയാലേ ഓക്കാടോ. സാറ്റർഡേ അല്ലേ? ഇതാണ് കാട്ടിക്കുളം. ഏതവനാണ് ഇവൻ? സ്വിഫ്റ്റ്. ശരി, സ്കൂളിൽ താമസം കാരണം ഇടയ്ക്കിടയ്ക്ക് സ്കൂൾ അവധിയല്ല. തള്ളി സഹായിച്ചു നോക്കി. തള്ളി നിറച്ചു ആളാ, എന്നിട്ടാ തള്ളുന്നേ. കാട്ടിക്കുളം.
മഞ്ഞിന്റെ വീട് എവിടെയാ? ഇവിടെ അല്ല, കുറച്ച് ഉള്ളോട്ട് കാട്ടിലാണ്. അവള് ശരിക്കും കാട്ടില്ല. അവിടെ വീട് അതായത് ആനയും കാര്യങ്ങളൊക്കെ വരുമല്ലോ, അവർക്ക് അതൊക്കെ ഒരു സിമ്പിളാണ്. ഇവിടുന്ന് റൈറ്റ് ലെഫ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നേരെ പിന്നെ കുട്ട, വരക്കുപ്പ ഭാഗം, കർണാടക ബോർഡർ, കൊടക്, കൂർഗ് കൂർഗിലേക്കൊക്കെ പോകുന്നത്. കൂർഗ് എന്ന് പറയും. ഇതാണ് അവിടെയാണ് പിന്നെ ഇരിപ്പെന്നോ അങ്ങനത്തെ പറഞ്ഞിട്ടുള്ള വെള്ളച്ചാട്ടം. അവിടെ ഞാൻ പോയിട്ടുണ്ട്. അവിടെ പോയിട്ട് വീണിട്ടുണ്ട്. പറ്റിയില്ല. ആരോടി പോയെന്നറിയോ? മഞ്ഞിന്റെ കൂടി. മഞ്ഞിന്റെ അച്ഛനും സിസ്റ്ററും നമ്മളെല്ലാരും. ഇവിടെ മുതലാണ് ശരിക്കും ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് ശേഷം ഇവിടുത്തെ പിന്നെ മൃഗങ്ങളെല്ലാം കാണാൻ പറ്റും. സ്വാഗതം, വന്യജീവി സങ്കേതത്തിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കുളിച്ചില്ലേ? ഇത് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ മാനന്തവാടിന്ന് പിന്നെ ചോദിച്ച് വന്നാൽ മതി. നിങ്ങൾ പിന്നെ ഇതൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഗൂഗിൾ മാപ്പ് വർക്ക് ചെയ്യും ഇവിടെ. ചോദിച്ചാൽ മതി. പിന്നെ ബാബരിക്ക് പോകുന്ന റൂട്ട് ആർക്കെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. സെൻഡാക്കി തരാം. ചോദിച്ചു വരാം, സ്ട്രൈറ്റ് പോവാം. പിന്നെ ഫുള്ള് എന്തായാലും കറങ്ങാൻ വരുമ്പോൾ ഫുൾ ടൈം കണ്ടടിക്കുമല്ലോ. അപ്പോൾ തെറ്റിപ്പോയാലും എവിടെയെങ്കിലും റൂട്ട് മിസ്റ്റേക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ. റിട്ടേൺ വരാം. എങ്ങോട്ടെ പൊളിച്ചില്ലേ? ഒരു സമയത്ത് നമ്മൾ ഏകദേശം ഒരു 8th-ലും 9th-ലും പഠിക്കുമ്പോൾ 7ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ് ഈ ഭാഗത്തേക്ക് നമ്മൾ വന്നത്. സൈക്കിളും ചവിട്ടിയിട്ടെ. എന്നാൽ സൈക്കിളും ചവിട്ടി അങ്ങോട്ടേക്ക് പോയി. പക്ഷെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഫോറസ്റ്റുകാർ പിടിച്ച് എന്നിട്ട് അവർ ജീപ്പിൽ കയറ്റിയിട്ടാണ് പിന്നെ കൊണ്ടുവന്നത്, മാനന്തവാടി കൊണ്ടുവിട്ടത്. ഈ വയനാട്ടിലുള്ളവർ തന്നെ ഇവിടെ എത്ര വന്നാലും പിന്നെയും വരും. പൊളിയില്ല, നിങ്ങളാണ് കാണുന്നത്. നോക്കി ആന പിണ്ടം കാണുന്നുണ്ട്, ആനനെ കാണുന്നില്ല. ചിലപ്പോൾ ഉച്ചയ്ക്കായതുകൊണ്ട് ചിലപ്പോൾ റെസ്റ്റിലിരിക്കുന്നുണ്ടാവും, പറയാൻ പറ്റില്ല. അങ്ങനെ നോക്കിയ സൈഡിലൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ എന്ത് കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് മാനിനെ കാണാൻ പറ്റും. തോന്നുന്നുണ്ടോ? കാണുന്നില്ലല്ലോ. മഴയായിട്ട് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകുക. മഴ ആയതുകൊണ്ട് എവിടെയും കയറിക്കുന്നുണ്ടാവും കേട്ടോ. മഴ കൊണ്ടുള്ള പനി പിടിക്കില്ല. രാത്രി വരികയാണെങ്കിൽ കണ്ണെല്ലാം ഇങ്ങനെ തിളങ്ങി കാണും. അപ്പോൾ പിന്നെ മാന ഇല്ലെങ്കിൽ ഈ മൊയിലുണ്ടല്ലോ, മൊയിൽ ഇങ്ങനെ സൈഡിലൊക്കെ കാണും. കാട്ടുപോത്തുണ്ടാവും. ആനപ്പിണ്ടം, കുരുവി, മൂന്ന് മാന കുരുവി. മഴയത്ത് ഉണ്ടാവലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മഴയത്ത് വന്നപ്പോഴല്ലേ 2 ആനേനെ കണ്ടത്, ആനേനെയും കുട്ടികളെ. ഇതിലെങ്ങാനില്ലേ ആന ഇപ്പം നേരെ ഫ്രണ്ടിൽ വന്നിട്ട് വൈറലാവും. ഈ വീഡിയോ വൈറലാവും. ഫുൾ ഓഫ് തേക്കാണ്. തേക്ക് കാരണം ഇത് പുറത്തുനിന്ന് വന്നിട്ടുള്ള ഒരു പിന്നെ മരമാണ് തേക്ക്. ഇവിടെ തേക്ക് വരാണ് എന്തൊക്കെയോ ചരിത്രങ്ങളുണ്ടല്ലോ. ആദ്യ കാലഘട്ടത്തിൽ ഇതിലൂടെയൊക്കെ ഭയങ്കര ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് ഇതൊക്കെ. കാരണം മാനന്തവാടി, അതായത് വയനാട് ടു മലബാർ ടു മൈസൂരേക്ക് പോകുന്ന റോഡാണിത് ശരിക്കും. ഇപ്പോഴൊക്കെയാണ് ഇത് ഇപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്ത് 6 മണിക്ക് ശേഷം ഇവിടെ ഓപ്പൺ ആവാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ആദ്യ കാലഘട്ടത്തിൽ പിന്നെ ചരക്കുകൾ നടത്താനും പിന്നെ യുദ്ധത്തിന്റെ കാര്യങ്ങൾക്കും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്ന സ്ഥലം. അപ്പോൾ ഇതൊന്നും പുതുതായിട്ടുണ്ടായ റോഡുകളൊന്നുമല്ല, ഇതൊക്കെ പണ്ട് കാലം തൊട്ടേ ഉള്ള റോഡുകളാണ്. പണ്ട് ഉമ്മയിൽ ഇവിടെ ഇങ്ങനെ ഇവിടെ വണ്ടി നിർത്തി പൊന്നങ്ങണി കുറപ്പിക്കാനുണ്ട്. പൊന്നങ്ങണി ചപ്പ് അവര ആദിവാസികളാണ് അവിടുത്തെ റോഡ് സൈഡത്തെ കാടൊക്കെ വെട്ടിത്തെളിക്കുന്ന പണിക്കാര്. ആനകളില്ല കേട്ടോ. ആന കൊൾക്കാടുകളിലേക്ക് പോയി.
വരാണ്ട് പറഞ്ഞ കൊണ്ടുവരണോ സംശയം കുറഞ്ഞ ദിവസം നാളെ ഗുണ്ടിൽപേട്ട പോവാം. ആ നമ്മള് ചോദിച്ചോട്ടെ ചോദിച്ചോട്ടെ ഏത് വൈകുന്നേരം ചോദിച്ചോളാം അമ്മയും കുറേ ആയിട്ട് പറയുന്നത്. എങ്ങനെ പ്ലേസ് എങ്ങനെ കണ്ട അവിടെ ഒരു മരമെല്ലാം മറിച്ചിട്ടത് അതാനെയാ ആന മറിച്ചിട്ട് ചില എന്നാലും ഒരു മാൻ കർണാടക കൊണ്ടാണോ തോന്നി കാട്ടാട് 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 കണ്ടുകളെ കാട്ടാട് കണ്ടോ കിട്ടാത്ത ആടാ, ഇവിടെ നിന്ന് കിട്ടുന്ന അനാഥരായ ആടാ. അതൊക്കെ ആളുകൾ ആട് അതിനെ പേരുണ്ടെങ്കിലും ഉണ്ടാവും അജ്മലിൽ ഇവിടെ വന്നിട്ടില്ല ആടിന് വാങ്ങിക്കൊണ്ടിരുക ചെറിയ പൈസ കാട് കിട്ടുന്നുണ്ട് വാങ്ങിക്കൊണ്ടൊന്നും കുറിച്ചോണ്ടൊന്നും അറിയില്ല അതിൽ കൂട്ടുന്നിട്ട് പോയായിക്കോട്ടെ അങ്ങോട്ടേക്ക് ബാവലി എത്താനാവുമ്പം റൈറ്റ് എന്നാ പറഞ്ഞത് നോക്കാം ബാവലിന് എത്താൻ ജസ്റ്റ് 1 കിലോമീറ്ററോളം പോയാൽ ബാവലിക്ക് അവിടെ റൈറ്റ് എന്നാ പറഞ്ഞത് കാട്ടുപശുക്കൾ കാട്ടുപശു വന്ന് മാരടി ചേച്ചി സുഖോട്ടന്റെ ചായക്കട എങ്ങനെ പോവാ ഈ സുഖോട്ടന്റെ ചായക്കട സുഖോട്ടന്റെ ചായക്കട ഈരോട് തന്നെ നേരെ ലാസ്റ്റാ എന്താ ചെയ്യാ അതാ കുരങ്ങ് കുരങ്ങ് എന്റെ കുടുംബക്കാരെ പോലീസുകാരാ, ഫോറസ്റ്റ് ഫോറസ്റ്റുകാരാ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ മതിയായിരുന്നു. അതെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അയാളോട് നമ്മൾ വഴി വെച്ചാ ഏത് മനുഷ്യൻ അയാളോട് നേരെ പോയാൽ മതി മൈസൂർ റോഡ് അവര് വേറെ ഓ റോഡൊക്കെ വലുതാപകരാണ് പക്ഷെ വൈബാണ് മഴ പെയ്യുന്നുണ്ട്. SUV കുറിച്ച് പറഞ്ഞിവിടെ വേനൽക്കാലത്തൊക്കെ ഇതിലൂടെ ഇങ്ങനെ ആന പോകും ആനന്റെ റൂട്ട് ചെയ്ത് വെള്ളം കുടിക്കാൻ പോകുന്നത് റോഡിന്റെ അവസ്ഥ വല്ലാത്ത അവസ്ഥയാണല്ലോ. കാണിച്ചാ റോഡ് കാണിച്ചാടാ ഒരു ഹൈറ്റും ഹൈറ്റുള്ള വണ്ടി ജീപ്പാണെങ്കിൽ പൊളിക്കും. തരമായ റോഡാണ് ഇവിടെ എത്ര ടാറിട്ടാലും കാര്യമൊന്നുമില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം കെട്ടിയിരിക്കുന്ന സ്ഥലവും ഉറവിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഒരു കാര്യമില്ല ഇന്റർലോക്കുട്ടറും കാര്യമുണ്ടല്ലോ സൈഡിൽ ചേട്ടത്തൊക്കെ കാണാനേ ഇത്ര പശുക്കളെ
പക്ഷെ ഇത്രയും പുല്ല് എന്നിട്ടും ഇതിന്റെ വാരിയെല്ലാം കാണുന്നുണ്ടോ പശുവിന്റെ അല്ലേ? നോക്കി എന്താണാവോ? ആയിരിക്കാം. നോക്കി ഇത്ര കാലം പുല്ലുകളുണ്ട്, എന്നാലും പശു മെലിഞ്ഞിട്ടാണ്. അതെന്താ? ഞാനോട് വേറെ ചോദ്യം ചോദിക്കട്ടെ. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന എവിടെയാ? ചിറാപുഞ്ചി. തെറ്റി. തറയില്. സീരിയസ്ലി പിന്നെ ലോകത്തിന് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന എവിടെയാ? എവിടെയാ? തറയല്ലേ? ഏത് തറയില്? തറ. എന്ത് തറ? ഏത് തറ? ഏത് വീടിന്റെ തറ? വലിയ വീടുകളുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന എവിടെയാണ്? ചായക്കടയിലല്ല, ലക്കിടിയില്. ഇങ്ങോട്ടായിരിക്കും. എന്താണ് ഇത് ചിന? ഇല്ല, അങ്ങനെ തന്നെ അനുമാനിക്കാം. നമ്മളിപ്പോ അവസ്ഥ ഞാൻ പറഞ്ഞിരുന്നു ഇതിലേ പോവാന്ന്. മാനന്തവാടി അത് ഒരു വൈബില്ലാത്തൊരു പോക്കല്ലേ? ഇവിടെ എന്ത് രസം ഉണ്ടാവാ? അടിപൊളിയല്ലേ? ആണോ? കിട്ടില്ല, പക്ഷെ നടന്നെത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങളത് പോവാതെ. ഇപ്പൊ അതൊക്കെ ആദ്യമായിട്ട് വരാട്ടോ. ഞാനും ശരിക്കും ഇല്ലേ ഈ സ്ഥലങ്ങളിലൊക്കെ കോഴി ഫാം തുടങ്ങാൻ പറ്റിയ അവിടെ രാത്രി കുറുക്കം വന്ന് പിടിച്ചോണ്ടോ മക്കളെ? കുഴപ്പമില്ല. ഈ സ്ഥലം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഏറ്റവും വലിയ ടൗൺ ഇവിടെ അടുത്തും മാനന്തവാടിയാ. ഇവിടുന്ന് ഏകദേശം ഒരു oh my goodness. ഇതാ കിട്ടില്ല മഴ. പോട്ടെ പോട്ടെ പോട്ടെ. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കുറുവ ദ്വീപിന്റെ ഒരു ഭാഗം, ചെറിയൊരു ഭാഗം. ആ പറ്റിയത് അങ്ങനെ കൊടുത്തേ കാലില്ല. ഇവിടുത്തെ ആദിവാസികളുടെ ട്രഡീഷണൽ വസ്ത്ര രീതി ആട്ടോ അത്. ഞാൻ നടന്ന് കാണിക്കി. ഇവിടെ ഞാൻ നോക്കിയാലോ? നടന്നേ ഗ്ലാസ് തത്തി. എന്താ പറയാ? ഇതെല്ലാം എപ്പോഴും ഉണ്ടല്ലേ? പിന്നെ ഇവിടെ വെള്ളം കയറിയുണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ട് ഇവിടെ നല്ല ഹെവി ലെവൽ വെള്ളം കയറുകയാണെങ്കിൽ ഈ റോഡിലൊക്കെ വെള്ളമായിരിക്കും, ഈ റോഡിൽ ഈ പാടത്തൊക്കെ വെള്ളമായിരിക്കും. അപ്പോൾ ഈ ഈ ഞാറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോവും. പണ്ടത്തെ രീതിയിലുള്ള ഒരു വീടുണ്ടല്ലോ നിങ്ങള്, മഡ് ഹൗസ്. ഇത് ഒരു ടൂറിസ്റ്റ് ഹോം സ്റ്റേ പരിപാടിയൊക്കെ ആയിരിക്കും അവര് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. അല്ലാണ്ട് ഈ കാലഘട്ടത്തിൽ ഇപ്പം ആരും ഇങ്ങനത്തെ താമസിക്കണമെന്നില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഈ വീടെല്ലാം കണ്ടില്ലേ, ആ ഒരു ലെവലാണ്. ഇതൊരു വീടാണ് ഇവിടുത്തെ ആദിവാസികൾ താമസിക്കുന്ന വീടും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ യാതൊരു സെക്യൂറും അല്ല ഇവിടെ. കാരണം ഇതാ ഇവിടെ കാണുന്നുണ്ടോ? ഞാൻ സൂം ചെയ്ത് തരാം. ഗ്ലാസ് അത്രേ ഈ കാണുന്നത് വെള്ളം കയറിയിട്ടുള്ള ഒരവസ്ഥയിലുള്ളതാ. ഇത്രയൊന്നും വെള്ളം ഉണ്ടാവില്ല. മീൻ പിടിക്കാൻ നോക്കി നമുക്ക് ചൂണ്ടെടുത്താലോ? ഗിയർ മാറ്റടി, ഗിയർ മാറ്റ്. ഞാൻ പറഞ്ഞ സ്ഥലം. അപ്പൊ ഇങ്ങോട്ട് പോണ്ടേ? അറിയില്ല,
അത് ജസ്റ്റ് ചോദിച്ചു നോക്കി ഇങ്ങോട്ട് തന്നെ തോന്നുന്നുണ്ട്. ഇങ്ങോട്ടാണ് ആ ചെക്കന്മാരോട് ചോദിച്ചു നോക്കി, അവർക്കറിയാം എന്തായാലും. ഇവിടുത്തെ വ്യൂ ആട്ടോ. ചാടണ്ട നമുക്ക് തീരുമാനമാക്കാം രമ്യ. സൈഡിലെ ആളുകൾ പിടിക്കുന്നുണ്ടാവും. അവിടുന്ന് ആരോ വലക്കുന്നു. പുതുതായിട്ടുണ്ടാക്കിയ പാടാണത്. ഉണ്ട് കാണിച്ചുതരാം. ഇതൊക്കെ ഇവിടുത്തെ വീടുകളായിക്കോട്ടോ. ഇതൊക്കെ ഇവിടുത്തെ ആദിവാസികളുടെ വീടുകളാണ്. ഇടയ്ക്ക് ഇതേപോലത്തെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് വീടുകളുണ്ട് ഇവിടെ. നമ്മളിങ്ങനെ പറയില്ലേ, രാവിലെ ഉറക്കം എഴുന്നേറ്റ് പിന്നെ വീടിന് മുൻവശത്ത് വരാന്തയിൽ വരുമ്പോൾ വയലുകൾ, പുൽമേടുകൾ പറയാനും ഫോട്ടോത്തിൽ കാണാനൊക്കെ ഭയങ്കര രസമായിരിക്കും. പക്ഷെ റിയാലിറ്റി ഇതാണ് അവസ്ഥ. ഓ, ഒരു കൊക്കിനെ കാണിച്ചതാ. ഒരു മഞ്ഞനോടി അതാന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഫോട്ടോ എടുത്തില്ലേ നമ്മള്, ആ ഭാഗത്തെല്ലാം കൊക്കുകൾ ഇരിക്കുന്നതാണ്. കൊക്ക് അതൊക്കെ ദേശാടന കൊക്കുകളാ. അവിടെയാ? ഇല്ല, അല്ല ഞാൻ ആ വഴി എനിക്ക് ഓർമ്മയുണ്ട്. ആ പാലെത്തി, ആ പാലം കഴിഞ്ഞു പോണോ? ആ നല്ല രസമുള്ള പാലം. എടി ആ പുഴേന്റെ മേലെ കൂടിയുള്ള പാലം വേണ്ട, നിന്റെ ആ വഴിക്ക് പോണം. അതെയോ? ഞങ്ങള് വേറെ വഴിക്ക്, അലസ്ക വേറെ വഴിക്ക്. ഞാൻ പറഞ്ഞു നിന്റെ അതിലേ പോണെന്ന്. അതന്നെ. ആ ഓക്കെ ഓക്കെ. റോഡ് സൈഡിൽ തന്നെ കാണാൻ പറ്റും. ഓക്കേടാ. ആ ശരി ശരി. ആ പാലം എത്തണ്ടല്ലേ, പാലം കേറണ്ടല്ലേ? അതല്ല, പാലം കേറിയിട്ട് നിന്റെ അല്ലേ? വലിയ ആളെ പോലെ കൊണ്ടുവന്നതാ. വഴി അറിയാന്നെല്ലാം പറഞ്ഞിട്ട്. വഴി അറിയാൻ ഞാൻ പറഞ്ഞ വഴി കൂടെ അച്ഛക്ക് പോയില്ല. ഇപ്പൊ നമുക്ക് പോണ വഴിക്കനെ കാണാൻ പറ്റും. സുഖമായിട്ട് ചായക്കട എഴുതിയ ബോർഡ്. പോകുമ്പോ നമുക്ക് വരുമ്പോ അതാ ബസ്സിന്റെ മുകളിലതാ സുഖമായിട്ട് ചായക്കട സ്റ്റോപ്പ്. പിന്നെ എന്താ ലെഫ്റ്റ് സൈഡില് പോകുമ്പോ ലെഫ്റ്റിലാ വെള്ളം കീറുന്ന ഭാഗത്താണ്. മരങ്ങൾ വെട്ടിക്കൊണ്ടുവന്നു ഇട്ടാലോ? പിന്നെ ഇല്ലീഗലായി മരം വെട്ടിക്കൊണ്ടുവന്നു. ആമ്പല് പറിക്കാ. പക്ഷെ എത്തൂല. ഞാൻ പറിക്കാറുണ്ട്, പക്ഷെ പിന്നെ ഞങ്ങൾക്ക് കയറാൻ എടുക്കൂല. ഇങ്ങനെ തിരിച്ചു മരക്ക് പോവാ, വണ്ടി എടുക്കാനല്ലാണ്ട്. ഹലോ, ഇല്ല ആനയുണ്ട് ഗൈസ്, ആനയുണ്ട്. കാണിച്ചില്ല. ഫൈനലെത്തിയില്ല സുഖം ചായക്കട. കാണിച്ചില്ല. മറ്റേ പുല്ലിന്റെ ഏർമാടൊക്കെ. പുല്ലിന്റെ വീട് ഇതാണ് നമ്മുടെ സുഖേട്ടന്റെ ചായക്കട. വെറുതെ ഇരിക്കുന്നു ഇങ്ങനെ. സുഖേട്ടാ നമ്മളെത്തി. ഒന്നുമില്ലാന്ന് തോന്നുന്നുണ്ടോ? വൈദ്യുതിയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. തൊടാൻ പോണ്ടട്ടാ.
തൊടുന്നല്ല മൂത്രച്ച് നോക്കിയാ പിന്നെന്താ ഞാൻ മൂത്രച്ചോക്കാം. ഇറങ്ങി എടുത്തോണ്ട് പോണേ. ഇറങ്ങി എടാ വെള്ളം ചളിയുണ്ടാ? സുഖമായിട്ട് ചായക്കട എത്തി. ഇനി നമുക്ക് ചായ ഉണ്ടോയെന്ന് ചോദിച്ചു നോക്കാം. ഗൈസ് നമ്മളിതാ സുഖമായിട്ടെൻ്റെ ചായക്കട എത്തിയിട്ടുണ്ട് ഗൈസ്. ചായ ഉണ്ടോയെന്ന് ചോദിച്ചു നോക്കാം. ഇതാണ് നമ്മളെ സുഖമായിട്ടൻ. സുഖമായിട്ടൊരു ഹായ് പറഞ്ഞേ. ചായ ഉണ്ടോ? കടി എന്താ? ഓക്കെ നമ്മുടെ സുഖമായിട്ട ചെറിയൊരു ചായ കട. ഹൈലൈറ്റ് പിന്നെ ഇവിടുത്തെ ഗ്യാസ് ഒന്നും യൂസ് ചെയ്യുന്നത് ഇത് യൂസ് ചെയ്യുന്നത്. നല്ല വൈബാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇതാണ് ഞങ്ങള് നല്ല പുല്ല് മേഞ്ഞ വീട് കട. അറിവിന് പാട്ടിന് പാട്ടും ഇങ്ങനെയൊക്കെയുള്ള ശ്രോതാക്കളുടെ പ്രതികരണം. അത് ഓരോ കാലത്തും എല്ലാ കാലത്തും എല്ലാ ജനറേഷനും ഒരുപോലെ കേൾക്കുന്ന ചില പാട്ടുകളുണ്ട്. നമുക്ക് ഞാനേ പാട്ട് കേട്ടാലോ? മണിയാകുമ്പോഴേക്ക് എന്തൊക്കെ ചെയ്യണം അല്ലേ? അങ്ങനെ ഓരോ 8 മണിയാകുമ്പോൾ സിനിമ കഴിഞ്ഞു. അപ്പൊ ടാറ്റ. അടിയായിട്ട് തുടങ്ങിയത് ഇവിടെ എല്ലാ ഫുഡും ഉണ്ട്. ഈ സുഗൂട്ടന്റെ ചായക്കടം കഴിഞ്ഞിട്ടേ കുറച്ചും കൂട്ടി വരുമ്പോ ഒരു ചേക്കാടീസ് 90s കിച്ചൺ ഒരു കിച്ചണൊക്കെ ഉണ്ട്. അത് സുഗൂട്ടൻ്റെത് കുറച്ച് വൈറലായതിനു ശേഷം അവര് സുഗൂട്ടനെ കുറച്ച് വൈറലായതിനു ശേഷം അവര് സ്റ്റാർട്ട് ചെയ്താന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. വീഡിയോ ഇടാം, അപ്പോൾ കണ്ടാൽ മതി സുഗൂട്ടന്റെ ഒരു രീതിയും ചായക്കടയും കാര്യങ്ങളും. അപ്പോൾ നമ്മള് പിന്നെ അവിടുത്തെ ടേസ്റ്റിനേക്കാൾ ഉപരി അവിടെ വേറെ എന്തൊക്കെയുള്ളത് നമുക്ക് ഫീൽ ചെയ്യും. ആംബിയൻസും അല്ല ഞാൻ പറയാവുന്ന സംഗതി അതല്ല. ആംബിയൻസിനേക്കാളും പിന്നെ അവിടുത്തെ ആ വൈബിനേക്കാളും ഉപരി ആ ഒരു സുഖമായിട്ട് എന്നൊരാളെ കാണുമ്പോൾ തന്നെ നമുക്ക്, അതായത് കുറച്ചെങ്കിലും മനസ്സിന് ഒരു അതുള്ളൊരു ആൾക്ക് ഒരു ഫീൽ ആവും ശരിക്കും നമുക്ക്. അതായത് ഇപ്പം ആകെ ഒരു ചായ രണ്ട് കടിക്ക് ഇത്ര പൈസ ആവുകയുള്ളൂ, പക്ഷെ അതിൽ എക്സ്ട്രാ എമൗണ്ട് ആയിട്ട് നമുക്ക് കൊടുക്കാൻ തോന്നിപ്പിക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കുന്ന രീതി ഉണ്ടല്ലോ, അതാണ് ആ സുഖമായിട്ട് ചായക്കണം. അപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും അവിടുത്തെ സംഗതി എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷെ നിങ്ങളെന്തായാലും പിന്നെ ഇങ്ങനത്തെ കിച്ചൺസിനേക്കാൾ ഉപരി നിങ്ങൾ ആ സുഖമായിട്ടിൻ്റെ ആ ചായക്കട നിങ്ങൾ കവർ ചെയ്യണം. വയനാട്ടിലേക്ക് വരുമ്പോൾ വയനാട്ടുകാരാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ വയനാട്ടിന് പുറത്തുള്ളവരാവട്ടെ, നിങ്ങളിത് കണ്ടിട്ട് വരുന്നവരാണെങ്കിൽ
മാക്സിമം സുഖമായിട്ട് ചായക്കട കയറിയിട്ട് നമ്മൾ ഒരുപാട് ക്യാഷ് അവിടെ ഇവിടെയൊക്കെ ചിലവാക്കുന്നുണ്ടല്ലോ. നമ്മൾ ജസ്റ്റ് സുഖമായിട്ട് ചായക്കട കയറുക, അവരോട് സംസാരിക്കാം, പിന്നെ ഒരു വൈബാണ് ശരിക്കും. അവിടെ ഒരു ചായ, ഒരു കടി, ആ ഒരു വൈബാണല്ലോ. പിന്നെ ചെറിയ ചെറിയ മിഠായി എല്ലാം കച്ചവടം ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ കാര്യമുള്ളത് പിന്നെ UPI അങ്ങനത്തെ ഒന്നും വർക്ക് ചെയ്യില്ല കേട്ടോ അവിടെ. അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. ലിക്വിഡ് മണീനെ വേണം, കയ്യില് ക്യാഷ് കൊടുക്കണം. സംഭവം അടിപൊളിയാണ്, നല്ല വൈബാണ്. നമ്മളവിടെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര റേഡിയോത്തെ പാട്ട് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് പാവം തോന്നും. സത്യാവസ്ഥ നമുക്ക് കുത്ത്